Hi everyone, this is Abin from Evika. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ടേപ്പിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ നടന്ന എല്ലാ പുതിയ അപ്ഡേറ്റ്സിനെയും ന്യൂസിനെയും പറ്റിയാണ്. ഈ ഒരു വീഡിയോ തുടങ്ങുന്നത് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ വരുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്കറിയാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന ക്യൂആർ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റും. അതോടൊപ്പം ഞാൻ നിങ്ങളോട് എല്ലാവരോടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുകയാണ്. കാരണം നമ്മുടെ വീഡിയോ കാണുന്ന കൂടുതലധികം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. ദയവായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ല് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും നിങ്ങൾക്ക് മറന്നു പോകാതെ കാണാൻ പറ്റുന്നതാണ്. സോ നമ്മുടെ ആദ്യത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഒരു വീക്കിൽ ആപ്പിൾ കുറേയധികം സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ തന്നായിരുന്നു. അതോടൊപ്പം നമ്മുടെ ആദ്യത്തെ വിഷൻ OS ബീറ്റ 1 ആപ്പിൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ iOSൻ്റെ കുറേയധികം ബേറ്റകൾ നമുക്ക് വന്നിട്ടുണ്ട്. iOS 17ൻ്റെ ബേറ്റ 2 വന്നിട്ടുണ്ട്. അതേപോലെ നമുക്ക് iOS 16.5.1 എന്ന് പറയുന്ന പുതിയ ഒഫീഷ്യൽ അപ്ഡേറ്റും 15 നമുക്കൊരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ആൻഡ് വാച്ച് OSൽ 8.7.7 എന്ന് പറയുന്ന ഒരു വാച്ച് OSും ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. കുറേയധികം പുതിയ OSകൾ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. മാക് OSും റിലീസ് ചെയ്യുന്നുണ്ട്, വാച്ച് OS റിലീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേയധികം കാര്യങ്ങൾ റിലീസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ചാനൽ തന്നെ എല്ലാത്തിൻ്റെയും വീഡിയോ നമ്മൾ മാക്സിമം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർ എന്തായാലും ആ വീഡിയോ കാണുക. വീഡിയോ ലിങ്ക് എല്ലാം ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അടുത്തൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ EU അതായത് യൂറോപ്യൻ യൂണിയൻ കുറേയധികം നമ്മുടെ ആപ്പിളിനെ പ്രഷറൈസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. USB-C വന്നു, പിന്നീട് സൈഡ് ലോഡിങ് വേണമെന്ന് പറഞ്ഞു. ഇപ്പോൾ അടുത്തൊരു കാര്യം പറയുകയാണ്, iPhone 16 അതായത് 2026 ആപ്പിൾ ഐഫോണിൽ റിമൂവൽ ബാറ്ററി കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ആപ്പിൾ റിമൂവൽ ബാറ്ററി എന്ന ഓപ്ഷൻ ഇല്ല. നമ്മൾ സർവീസ് സെൻറ്ററിൽ കൊടുക്കുമ്പോൾ ആ ഒരു ബാക്ക് പാനൽ ഓപ്പൺ ചെയ്ത് നമ്മുടെ ബാറ്ററി റിമൂവ് ചെയ്ത് ഒരു പുതിയ ബാറ്ററി വെക്കുന്നത് സർവീസ് സെൻറ്ററിൽ മാത്രമാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ നമ്മുടെ നോക്കിയ C200 വന്ന പോലെ ആ ഒരു ബാക്ക് പാനലിൽ ഒരു യൂസറിനെ തുറന്ന് ബാറ്ററി മാറ്റാനുള്ള ആ ഒരു ഓപ്ഷൻ വേണമെന്നാണ് EU പറയുന്നത്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നാൽ എത്ര പേർക്ക് ബെനിഫിറ്റ് ആവുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ആ ഒരു ഓപ്ഷൻ വന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ വീഡിയോ തൊട്ട് അത് എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐഫോണിൽ ലുക്കപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ ഫോണിൽ എന്തെങ്കിലും ഫോട്ടോസ് എടുത്താൽ ആ ഒരു ഫോട്ടോസ് നമുക്ക് ലുക്കപ്പ് ചെയ്ത് അല്ലെങ്കിൽ എന്താണെന്ന് നമ്മുടെ ഈ പറഞ്ഞ മെഷീൻ ലേണിംഗ് ഉപയോഗിച്ചുകൊണ്ട് ഐഫോൺ കാണിച്ചു തരും. അത് ഇപ്പോൾ നമ്മുടെ കാറിനും സപ്പോർട്ട് ആവുന്നതാണ്. കാർ പ്ലെയിൻ അല്ല, കാറിൻ്റെ ഇൻസ്ട്രുമെൻ്റൽ ക്ലസ്റ്ററിനും നമുക്ക് സപ്പോർട്ട് ആവുന്നതാണ്. നമ്മുടെ ഒരു കാറിൻ്റെ ഉള്ളിൽ ഇൻസ്ട്രുമെൻ്റൽ ക്ലസ്റ്ററിൽ കുറേയധികം സിമ്പിൾ ഉണ്ടാവും. എൻജിൻ ഉണ്ടാവും, എൻജിൻ ഓയിലിനുണ്ടാവും, AC-നുണ്ടാവും, സീറ്റ് ബെൽറ്റ്, അങ്ങനെ കുറേയധികം ഓപ്ഷൻസ് അല്ലെങ്കിൽ കുറേയധികം സിമ്പിൾ ഉണ്ടാവും ഈ ഇൻസ്ട്രുമെൻ്റൽ ക്ലസ്റ്ററിൽ. ആ ഒരു ഫോട്ടോ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ കാറിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടോ, ഡാമേജ് ഉണ്ടോ എന്ന് ഇൻസ്ട്രുമെൻ്റൽ ക്ലസ്റ്ററിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഐഫോൺ മനസ്സിലാക്കി ഓട്ടോമാറ്റിക്കലി നമ്മുടെ എല്ലാ യൂസേഴ്സിനും ഒരു ഐഡിയ പറയുന്നതായിരിക്കും. നമ്മുടെ അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐഫോണിൽ iOS 17 മാക്ബുക്കിൽ macOS Sonoma ആണെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ആപ്പിളിനെ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്ത് നമുക്കൊരു ആപ്പിൾ പാസ് കീ തരും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ആപ്പിൾ ID ഉപയോഗിച്ച് വേറെ ഏതെങ്കിലും സൈറ്റിൽ കയറുകയാണെങ്കിലോ അല്ലെങ്കിൽ apple.com തന്നെ കയറുകയാണെങ്കിലോ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡിവൈസ് തന്നെ യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു പാസ്വേഡും യൂസറിനും ഇല്ലാതെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ പാസ്വേഡ് ഓർത്തിരിക്കണം എന്ന് പറയുന്ന ആ ഒരു വലിയ കടമ്പ മറക്കാവുന്നതാണ്. നമ്മുടെ അടുത്തൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ കുറച്ചധികം ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു കാര്യത്തിനെ പറ്റിയാണ്. കാരണം നമ്മുടെ ആപ്പിൾ ന്യൂസിന് ഒരു പ്ലസ് അല്ലെങ്കിൽ ആപ്പിൾ ന്യൂസ് പ്ലസ് എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ഉണ്ട്. ഇതെടുക്കുന്ന കൂട്ടുകാർക്ക് അല്ലെങ്കിൽ ഇത് എക്സിസ്റ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്ന കൂട്ടുകാർക്ക് ഇനി മുതൽ ക്രോസ് വേർഡ് എന്ന് പറഞ്ഞ ഗെയിംസ് ഈ പറഞ്ഞ ആപ്പിൾ ന്യൂസിൽ കളിക്കാൻ പറ്റുന്നതാണ്. ആൻഡ് അടുത്തൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ കുറേയധികം കൂട്ടുകാർ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്, ഐഫോണിൻ്റെ ഒരു SE 4th ജനറേഷൻ SE ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ 2026 iPhone 16ൻ്റെ കൂടെ ഈ പറയുന്ന SE റിലീസാകുമെന്നാണ് മാർക്ക് ഗർമൻ പറയുന്നത്. അതോടൊപ്പം ഏറ്റവും ആദ്യത്തെ ഫേസ് ID വെച്ചിട്ടുള്ള ഒരു SE ആയിരിക്കും നമുക്ക് ലഭിക്കാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. നമ്മുടെ അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞാലും ഐഫോൺ റെഫർ ചെയ്യുന്ന ഒരു ന്യൂസാണ്. കാരണം iPhone 15ൽ ഒരു U2 ചിപ്സെറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞേക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള അൾട്രാ വൈഡിൽ അല്ലെങ്കിൽ അൾട്രാ ബാൻഡ് കവർ ചെയ്യാൻ വേണ്ടിയാണ്. നമ്മുടെ AirTagഉം എയർപോഡ്സും അങ്ങനെയുള്ള പല കാര്യങ്ങളും സെൻസ് ചെയ്യാനും ഈ പറയുന്ന ഹോം പോഡുള്ള സിങ്ക്രണൈസേഷനും പല കാര്യങ്ങൾക്കും ഈ ഒരു U2 എന്ന് പറഞ്ഞ ചിപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം iOS 17ൽ ആപ്പിൾ ഹിഡൻ ആക്കി വെച്ചിരുന്ന ഒരു ഓപ്ഷനാണ് നമ്മുടെ മൈക്രോ ലൊക്കേഷൻ എന്ന് പറയുന്നത്. പ്രിസൈസ് ആയിട്ട്
പിൻ പോയിൻ്റ് ഓപ്ഷൻ നമുക്ക് അല്ലെങ്കിൽ പിൻ പോയിൻ്റ് നമ്മുടെ ലൊക്കേഷൻ ലഭിക്കുന്ന ആ ഒരു കാര്യമാണ് ഈ പറയുന്ന മൈക്രോ ലൊക്കേഷൻ. ആ ഒരു ഓപ്ഷനും ഇനി വരാൻ പോകുന്ന ഐഫോണും തമ്മിലുള്ള യൂട്യൂബ് ചിപ്പിൻ്റെ ആ ഒരു കമ്മ്യൂണിക്കേഷനും നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ഒരു റെഫറൻസ് ഐഫോൺ 15ലേക്ക് ആപ്പിൾ തരുന്നുണ്ട്. ആൻഡ് നമ്മുടെ W23 കണ്ടാണ് ആ ഒരു എയർപ്ലേ നമുക്ക് ഹോട്ടലിലേക്ക് വരുന്നുണ്ടെന്ന്. പക്ഷേ അത് ഇന്ത്യയിൽ അൺഫോർച്യുനേറ്റ്ലി ഇല്ല, അമേരിക്കയിലാണ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആപ്പിളും LGയും കൊളാബ് ചെയ്തുകൊണ്ട് പല ഹോട്ടൽസിലും നമുക്ക് ഈ വരുന്ന വർഷം തന്നെ എയർപ്ലേ ഇൻ ഹോട്ടൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ അവൈലബിൾ ആവുന്നതാണ്. അടുത്തൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ എല്ലാ ആപ്പിൾ വാച്ച് യൂസേഴ്സിനും ഭയങ്കര രീതിക്ക് ഒരു സന്തോഷം തരുന്ന അല്ലെങ്കിൽ അഭിമാനം തരുന്ന ഒരു ഓപ്ഷനാണ്. ആപ്പിൾ വാച്ച് പിന്നെയും അടുത്തൊരു സ്ത്രീയുടെ ലൈഫ് രക്ഷിച്ചിരിക്കുകയാണ്. ഒരു ത്രട്ടണിങ് ആയുള്ള ബ്ലഡ് ക്ലോട്ട് ഓട്ടോമാറ്റിക്കലി ആപ്പിൾ വാച്ചിൽ ഡിറ്റക്ട് ചെയ്തു. അതായത് ഹാർട്ട് ബീറ്റിൻ്റെ ആ ഒരു വേരിയേഷൻ മനസ്സിലാക്കി ഓട്ടോമാറ്റിക്കലി ആ ഒരു യൂസറിന് മെസ്സേജ് കൊടുത്തു ഹാർട്ട് ബീറ്റിൻ്റെ വേരിയേഷൻ ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ തന്നെ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു ലേഡി വേണ്ട മെഡിക്കൽ റിക്വയർമെൻറ്റ്സ് എടുത്തുകൊണ്ട് തന്നെ ആ ഒരു ക്ലോട്ട് മനസ്സിലാക്കുകയും ലൈഫിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. അതുകൊണ്ട് ആപ്പിൾ വാച്ച് എക്സ്പെൻസീവ് ആണെന്ന് ചോദിച്ചാൽ അത്രയും മാത്രം കുറേ ഫണ്ടമെൻ്റലായ മെഡിക്കൽ എമർജൻസി സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മുടെ ആപ്പിൾ വാച്ച് ആയിരിക്കാം ചില സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ AirTagൻ്റെ ഒരു കാര്യമാണ്. അമേരിക്കയിൽ ടെക്സസിൽ ഒരു ടാക്കോൻ്റെ ഷോറൂം തുടങ്ങി. ഈ ടാക്കോൻ്റെ ഷോറൂമിൻ്റെ പുറത്ത് ഒരു ബുള്ളിൻ്റെ ചെറിയൊരു സ്റ്റാച്ചു വെച്ചു. ഈ ഒരു സ്റ്റാച്ചുയുടെ കണ്ണിൻ്റെ ഉള്ളിൽ ഒരു AirTagും നമ്മുടെ ഈ പറയുന്ന കടയുടെ മുതലാളി ഒളിപ്പിച്ചു വെച്ചു. കുറച്ച് നാൾക്ക് ശേഷം ഈ ഒരു സ്റ്റാച്ചു ആരൊക്കെയോ മത്തിക്കൊണ്ടും പോയി. പക്ഷേ AirTag ഉണ്ടായതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റാച്ചു പിൻ പോയിൻ്റായിട്ട് ആ ഒരു ആൾക്കാർക്ക് കണ്ടുപിടിക്കാൻ പറ്റി. ഈ പറഞ്ഞ ടെക്സസിൽ ആ ഒരു സ്റ്റാച്ചു കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചധികം ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പക്ഷേ AirTag ഉപയോഗിച്ചുകൊണ്ട് പോലീസുകാരും ഈ ഒരു ഓണറും അവിടുത്തെ എംപ്ലോയീസും കൂടെ ആ ഒരു സ്റ്റാച്ചു റിക്കവർ ചെയ്യാണ് ചെയ്തത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ iOS 17 വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞ അപ്ഡേഷൻ വന്നില്ല, വലിയ മാറ്റങ്ങളില്ല എന്നൊക്കെയാണ്. പക്ഷേ iOS 16 അവിടെ എടുത്തു മാറ്റിയ ഒരു ഓപ്ഷനായിരുന്നു 3D ടച്ച് എന്ന് പറയുന്നത്. ആ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്കിൻ്റെ ആ ഒരു ഫീല് iOS 17 ബീറ്റ 2 ആപ്പിൾ തിരിച്ച് റീഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അത് നമ്മൾ ഈ പറയുന്ന iOS 17 എല്ലാ യൂസേഴ്സിനും ഇനി മുതൽ യൂസ് ചെയ്യാൻ പറ്റും. അതിനും പല മോഡ് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഫാസ്റ്റ്, ഡിഫോൾട്ട്, സ്ലോ എന്നീ പറഞ്ഞ 3 മോഡിലേക്കും ആപ്പിൾ ആ പറഞ്ഞ 3D ടച്ചിൻ്റെ ഫീഡ്ബാക്ക് തിരിച്ചുകൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണണം എന്നാണെങ്കിൽ iOS 17 ആ ഒരു കുറച്ചധികം അപ്ഡേറ്റ്സിൻ്റെ കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ചാനൽ തന്നെ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എന്തായാലും ആ ഒരു വീഡിയോ കാണുക. വരുന്ന കുറേയധികം iOS അപ്ഡേറ്റ്സും നമ്മുടെ ചാനലിൽ അറിയാൻ പറ്റും. iOSൻ്റെ ഏകദേശം 100-ന് മേലെ ഹിഡൻ ആയിട്ടുള്ള ഐറ്റംസ് അല്ലെങ്കിൽ ഹിഡൻ ആയിട്ടുള്ള ഫീച്ചേഴ്സിൻ്റെ ഒരു വലിയ വീഡിയോ പാർട്സായിട്ട് നമ്മൾ 3 വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സിംഗിൾ വാച്ചായിട്ടും നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാ വീഡിയോസും നിങ്ങൾ കാണുക. കാരണം ഈ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിലൊക്കെ യൂസ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ടേബിൾ നമ്മൾ സംസാരിക്കാനായിട്ട് പ്ലാൻ ചെയ്ത കാര്യങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്നായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ വീഡിയോ കാണുന്ന കുറേയധികം കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇനി നിങ്ങളുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പോക്കറ്റേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെ കട്ടക്ക് സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെൽ എനേബിൾ ആണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയും അത് നിങ്ങൾ മറന്നു പോകാതെ കാണുകയും ചെയ്യും. ആൻഡ് ഞാൻ നിങ്ങൾ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ ഇടുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്കറിയാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റും. അതല്ല നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഫ്രീക്വൻ്റ് ആയുള്ള അപ്ഡേറ്റ്സ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്കും തൊട്ടതായി കൊടുക്കുന്നുണ്ട്. Go follow me in Instagram too. And thank you so much for watching this whole video. This is Abin Xavier signing from Evika.